ഹലോ ഗൈസ്, ഗൗരി ശങ്കരത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗൗരിയോട് ശങ്കർ പറയണം, അന്നത്തെ സംഭവങ്ങളൊക്കെ നീ ഓർക്കുന്നില്ലേ? അന്ന് നവീൻ നിന്നെ വെല്ലുവിളിച്ച്, അന്ന് നവീൻ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കല്യാണത്തിന്, നിന്നെ ഒരിക്കലും സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല ഗൗരി എന്നൊക്കെ. അപ്പം ഗൗരി പറയാണ്, എങ്കിലും എനിക്കതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ശങ്കർ, അങ്ങനെ ഒരാൾ ഇത്രയും നാൾ പകയും മനസ്സിൽ വെച്ച് തിരിച്ചു വരുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ശങ്കറിന് സംശയമുള്ള സ്ഥിതിക്ക് നമുക്കൊന്ന് നോക്കാം എന്ന് പറയാം കേട്ടോ. അപ്പോൾ ശങ്കർ പറയണം, അത് ഏതായാലും നന്നായി, നോക്കാമെന്നെങ്കിലും നീ സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് പറയും, നാളെ നമുക്ക് നവീൻ്റെ വീട് വരെ ഒന്ന് പോയി അന്വേഷിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ ഗൗരിയും പറയുകയാണ്, ശരി, ഇനിയിപ്പോൾ അത് ചെയ്തില്ല എന്ന് വേണ്ട, നമുക്ക് പോയി അന്വേഷിക്കാം എന്ന് പറയുകയാണ്. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം ആദർശിനെയും വേണീനെയാണ് കേട്ടോ. ആദർശം വേണിയും കൂടെ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുവാണ്. ആദർശിന് ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഒരു വാക്കറിലാണെങ്കിലും നടക്കാൻ പറ്റും, 2 വാക്കറിലാണ് കേട്ടോ എപ്പോഴും നടക്കുന്നത്. ഇപ്പം പയ്യെ ഓരോന്ന് പ്രാക്ടീസ് ചെയ്യുകയാണ്, ഒരു വാക്കറിൽ വെച്ച് കൊടുത്തൊക്കെ വേണി നോക്കുന്നുണ്ട്, നടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഗൗരീനെ ശങ്കറിനെയാണ്. ഗൗരി പറയുകയാണ്, അതാ നവീൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ് ഇവർ രണ്ടും കൂടെ ഒരു ആളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുവാണ് കേട്ടോ. നവീൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോഴേക്കും നവീൻ്റെ അച്ഛൻ പറയും, ഗൗരി അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഗൗരി പറയും, അച്ഛനോട് ക്ഷമിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ശങ്കർ പറയാണ്, ഗൗരി എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് വിശ്വസിച്ചാൽ ഞാനന്ന് അതൊക്കെ കാട്ടിക്കൂട്ടിരുന്നത്. അന്ന് പക്ഷേ ഗൗരി എന്നെ സ്നേഹിക്കുന്നില്ലായിരുന്നു, പലരും കാരണം ഞാൻ തെറ്റിദ്ധരിക്കപ്പെട്ടതാണെന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഗൗരിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല, പക്ഷേ ഇപ്പം ഞങ്ങൾ ഏറ്റവും സ്നേഹിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നതെന്നൊക്കെ നവീൻ്റെ അച്ഛനോട് ശങ്കർ പറയുവാണ്. അതൊക്കെ കേൾക്കുമ്പം നവീൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, അന്ന് ഞങ്ങൾക്ക് ഗൗരിയോട് ഭയങ്കര ദേഷ്യമായിരുന്നു, പക്ഷേ പിന്നെ അത് മാറി, വിധി അതുപോലെയൊക്കെ തന്നെയല്ലേ എല്ലാം നടക്കുകയുള്ളൂ, ഒന്നും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ നടക്കുന്നത് എന്നൊക്കെ പറയുവാണ് കേട്ടോ. അത് കഴിയുമ്പോൾ പറയും, എനിക്കെന്തായാലും ഇപ്പോൾ നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല, രണ്ടുപേരും നല്ലപോലെ ജീവിക്കുക. മോളുടെ അച്ഛനെ ഞാൻ വിളിച്ചായിരുന്നു, ശ്യാമപ്രസാദിനെ, പുള്ളി ഫോൺ എടുത്തില്ല, എപ്പോഴേലും പുള്ളിയെ കാണുവാണെങ്കിൽ മോളൊന്ന് പറയണം, അങ്കിളിന് ദേഷ്യമൊന്നുമില്ല എന്നൊന്ന് പറയണം കേട്ടോ എന്ന് പറയും. അപ്പോഴത്തേക്കും ഗൗരി പറയും, തീർച്ചയായിട്ടും പറയാച്ചാ, നവീൻ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുവാണ് കേട്ടോ. അപ്പം ചോദിക്കും, നിങ്ങളതൊന്നും അറിഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞിരിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ വേണി ആദർശം കൂടെ വരുന്നതാണ്. ഡോക്ടർ പറയും, വേണിയുടെ സ്നേഹമാണ് ഇത് ഇത്രയും വലിയ ചേഞ്ചിന് കാരണം എന്നൊക്കെ പറഞ്ഞ് വേണീനെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോഴേക്കും വേണി പറയും, എൻ്റെ സ്നേഹമൊന്നുമല്ല, ഡോക്ടർ കൊടുത്ത മരുന്ന് എന്നൊക്കെ പറയുമ്പോഴേക്കും ആദർശം പറയും, അല്ല ഡോക്ടർ, ഇതിൻ്റെ എല്ലാ ക്രെഡിറ്റും വേണിക്ക് തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ ഡോക്ടർ പറയും, ഒരു ആഞ്ഞു പിടിച്ചാൽ ഒരു 2-3 മാസം കൊണ്ട് പഴയ രീതിയിൽ തന്നെ ആദർശം ആവും എന്ന് പറയുവാണ്. അത് കേൾക്കുമ്പോഴേക്കും വേണി അവിടെ നിന്ന് പറയണം, ആദർശയുടെ 2-3 മാസം ഒന്നും കേട്ടോ, 1 മാസം, നമ്മൾ നല്ലപോലെ അധ്വാനിച്ച 1 മാസം കൊണ്ടെല്ലാം സെറ്റ് ആവും എന്ന് പറയുവാണ് കേട്ടോ. അത് കേൾക്കുന്ന ആദർശം ചിരിക്കുവാണ് കേട്ടോ. പിന്നെ പറയുവാണ്, നിങ്ങൾ പോയി മെഡിസിനൊക്കെ മേടിച്ചിട്ട് വീട്ടിൽ പൊക്കോളാൻ ഡോക്ടർ പറയുവാണ്. അങ്ങനെ വേണി മെഡിസിൻ മേടിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദർശിനെ അവിടെ ഇരുത്തുമ്പോൾ അന്ന് ആദർശ് അഡ്മിറ്റ് ആയപ്പോൾ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന നേഴ്സ് വരും കേട്ടോ. എന്നിട്ട് പറയും, സാറ് രക്ഷപ്പെട്ടല്ലേ, അന്ന് ഈ മോളുടെ കരച്ചിൽ എന്ത് കരച്ചിലായിരുന്നു, പാവം കൊച്ചാ, നല്ല കൊച്ചാന്നൊക്കെ പറയുവാണ് കേട്ടോ. അന്ന് മിഥുൻ ഡോക്ടർ നിങ്ങളെ കാണാൻ വേണ്ടി റൂമിൽ കയറിയപ്പോഴാണ് മനസ്സിലായി മിഥുൻ ഡോക്ടറിനോട് ബന്ധുവാണ്, മിഥുൻ ഡോക്ടർ നല്ല ഡോക്ടറാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുവാണ്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, അന്ന് മിഥുൻ എന്നെ കാണാൻ വേണ്ടി ICUവിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. ICU കയറിയായിരുന്നു, ICU കയറി ആ സമയത്തല്ലേ പോലീസുകാർ മൊഴിയെടുക്കാനൊക്കെ വന്നേ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പം ആദർശ് ഇങ്ങനെ ചിന്തിക്കുവാണ്, മിഥുൻ എന്ന് ആശുപത്രി വന്നിരുന്നോ, എന്തിനാന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ്. വേണി ചിന്തിക്കുന്നുണ്ട്. പിന്നെ അവർ രണ്ടുപേരും പോട്ടെ, എന്തേലും ആട്ടെ എന്നും പറഞ്ഞങ്ങ് നിൽക്കുവാണ് കേട്ടോ. അത് കഴിഞ്ഞ് കാണിക്കുന്നത് ഗൗരിയും ശങ്കറിനെയാണ്. അവർ ക്ഷേത്രത്തിന് അവിടെ വന്നിട്ട് പറയും, ഇവിടെ ഇപ്പോൾ എന്തൊട്ടാണോ നവീൻ കാണിക്കുന്നത്, ഞാനോർത്ത് ഏതെങ്കിലും കോർപ്പറേറ്റ് ഓഫീസിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് ഗൗരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ആ സമയത്ത് ശങ്കർ ആരെയോ കണ്ടിട്ട് അന്തം വിട്ട് വാ വിളിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പറയത്തേ, നോക്ക് ഗൗരി എന്ന് പറയുമ്പോഴത്തേക്കും നവീൻ ഒരു സ്വാമിയുടെ വേഷത്തിൽ കാഷായ വസ്ത്രമൊക്കെ ഇട്ട് വരുവാണ് കേട്ടോ. അത് കണ്ടത് രണ്ടുപേരെയും കിളി പോവാണ്. അപ്പോഴത്തേക്കും ഗൗരി പറയണേ, ശങ്കറിനോട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ എന്ന് പറയുമ്പോഴേക്കും നവീൻ അവിടെ എത്തുവാണ് കേട്ടോ. നവീൻ അവിടെ എത്തുമ്പോഴത്തേക്കും നവീനെ കണ്ടത് ഇവർ രണ്ട് അന്തം വിട്ട് ചോദിക്കുകയാണ്, ഇതെന്ത് കോലമാണ് നവീനെ എന്നൊക്കെ ചോദിക്കും. പറയും, ജീവിതത്തിൽ ഓരോരോ അവസ്ഥകളല്ലേ മനുഷ്യൻ്റെ ഓരോരോ തീരുമാനങ്ങൾ എടുക്കാൻ പ്രചോദിപ്പിക്കുന്നത്. അന്ന് എനിക്ക് നിങ്ങളോട് ഭയങ്കര ദേഷ്യവും വെറുപ്പും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ ആത്മഹത്യ ചെയ്യണമെന്നും നാണക്കേട് കൊണ്ട് എവിടേക്കെങ്കിലും ഓടി മറിയണമെന്നൊക്കെയാണ് തോന്നിയത്. അങ്ങനെ പലയിടത്തും അറിഞ്ഞു. അങ്ങനെ ലാസ്റ്റ് എത്തിപ്പെട്ടത് കാളഹസ്തിയിലാണ്. അവിടെ വെച്ച് അവിടുത്തെ ആചാര്യന്മാരുടെ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രചോദനമായി. മഹാദേവൻ്റെ മുമ്പിൽ എനിക്കതുവരെ ഗൗരിയോടുണ്ടായിരുന്ന ദേഷ്യവും വിദ്വേഷവും പകയെല്ലാം ഞാൻ ഇറക്കി വെച്ച് ആചാര്യന്മാർ പറയുന്നതനുസരിച്ച് അങ്ങനെ ഒരു ജീവിതം ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഗൗരി പറഞ്ഞു, ഞാനൊന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, നവീൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നവീൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, അതൊക്കെ ഞാൻ അന്നേ മറന്നു, നിങ്ങൾ രണ്ടുപേരും എന്തായാലും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്ന് അറിഞ്ഞ് സന്തോഷമുണ്ടെന്നൊക്കെ പറയാൻ കേട്ടോ.
അപ്പോൾ നമ്മുടെ ശങ്കർ പറയുകയാണ്, എന്നാലും ഒരു മനുഷ്യനെങ്ങനെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുന്നതെന്ന് പറയും അവസ്ഥകൾ എത്തിക്കുന്നതാണ് ശങ്കറിന് എങ്ങനെയാണോ മഹാദേവൻ അതുപോലെ തന്നെയാണ് എനിക്കും. ഇപ്പം കാളഹസ്തിയിൽ നിന്ന് ഇവിടെ വന്ന് ഇപ്പം ഇവിടെ സമാധാനമായിട്ട് ലോകത്തിലെ ഒരു കാര്യങ്ങളിലും ഞാനിപ്പോൾ ഇടപെടാറില്ല. നമ്മളെന്നുള്ള ഭാവമൊക്കെ മറന്ന് ഇങ്ങനെ സന്തോഷമായിട്ട് ഇവിടെ ജീവിക്കുന്നു, പ്രകൃതിയോട് ഇണങ്ങിയെന്ന് പറയുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുന്ന ശങ്കർ ഞെട്ടിപ്പോവാണ്. എന്നിട്ട് രണ്ടുപേരെ അനുഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ എന്തിനാ ഇവിടെ വന്നതെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ എന്ന് പറയും. അല്ല, നവീനെ പോലെ ഒരാളെ അപ്പോൾ പറയും അവരിപ്പോൾ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഒന്നുമില്ല, സോറി, ക്ഷമിക്കണം, ഞങ്ങൾ ഇറങ്ങുവാന്നും പറഞ്ഞ് അവരവിടെ നിന്ന് പോകുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.